നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിലവിൽ 10 സ്ഥാനാർത്ഥികൾ. ആകെ ലഭിച്ച 15 നാമനിർദ്ദേശ പത്രികകളിൽ 5 എണ്ണം തള്ളി. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും കോർപ്പറേഷൻ കൌൺസിലർ PK ഷാജിനെയും ED ചോദ്യം ചെയ്തു. CPMന് രഹസ്യ അക്കൌണ്ടുകളില്ലെന്ന് MM വർഗീസ്. കേസിൽ കുറ്റാരോപിതരായ CPM നേതാക്കൾ EDക്ക് മുന്നിൽ ഹാജരായത് CPM BJP ഡീൽ പ്രകാരമാണെന്ന് TN പ്രതാപൻ MP. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. പാറമേക്കാവിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം ആവേശമായി. തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ട് ശനിയാഴ്ച. പാലപ്പള്ളിക്കുണ്ടായി ഹാരിസൺ കമ്പനിയുടെ എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം. 10,000-ഓളം റബ്ബർ മരങ്ങൾ കത്തിനശിച്ചു. തീകെടുത്താൻ വെള്ളമെത്തിച്ച ട്രാക്ടർ പൂർണ്ണമായും കത്തിനശിച്ചു. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം 2ആയി. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആനന്ദപുരം സ്വദേശി സന്തോഷ് മരിച്ചു. മുഖ്യപ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വാൽപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടു. അപ്പർ ഷോളയാർ എസ്റ്റേറ്റിലെ തൊഴിലാളി അരുൺ ആണ് കൊല്ലപ്പെട്ടത്. പീച്ചി മണിയൻകിണർ വനമേഖലയിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ നിലവിലുള്ളത് 10 സ്ഥാനാർത്ഥികൾ. ആകെ ലഭിച്ച 15 നാമനിർദ്ദേശ പത്രികകളിൽ 5 എണ്ണം തള്ളി. CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ഡമ്മി രമേഷ് കുമാറിന്റെയും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഡമ്മി സ്ഥാനാർത്ഥി അനീഷ് കുമാറിന്റെയും പത്രികകൾ തള്ളി. സത്യവാങ്മൂലം കൃത്യമായി പൂരിപ്പിക്കാത്തതിനാൽ ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടിയിലെ P അജിത് കുമാർ, പ്രപ്പോസർമാരുടെ വിവരങ്ങൾ കൃത്യമായി ഇല്ലാത്തതിനാലും ഇതര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറായതിനാൽ ഇലക്ട്രൽ റോളിന്റെ പകർപ്പ് സമർപ്പിക്കാത്തതിനാലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ KP കല, ഡോക്ടർ K പത്മരാജൻ എന്നിവരുടെ പത്രികകളും തള്ളി. തൃശൂർ ലോക്സഭാ മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ VR കൃഷ്ണതേജയുടെ നേതൃത്വത്തിലാണ് സൂക്ഷ്മ പരിശോധന നടന്നത്. പൊതുനിരീക്ഷക P പ്രശാന്തി, സ്ഥാനാർത്ഥികൾ, പ്രതിനിധികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വരെ പത്രിക പിൻവലിക്കാം. അതേസമയം സംസ്ഥാനത്ത് 86 പേരുടെ പത്രികയാണ് തള്ളിയത്. 204 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത് കോട്ടയത്ത് 14 സ്ഥാനാർത്ഥികൾ. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിൽ 5 സ്ഥാനാർത്ഥികൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, കോർപ്പറേഷൻ കൌൺസിലർ PK ഷാജൻ എന്നിവരെ ED ചോദ്യം ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ 10:30 ഹാജരായ ഇരുവരെയും മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം MM വർഗീസ് അവധി നീട്ടി ചോദിച്ചിരുന്നു എങ്കിലും ED അത് അനുവദിക്കാതെ വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. MM വർഗീസിനോട് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു ED ഏപ്രിൽ 1-ന് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഹാജരാകാൻ കഴിയില്ല എന്നും ചോദ്യം ചെയ്യലിന് ഈ മാസം 26-ന് ശേഷം ഹാജരാകാൻ തയ്യാറാണെന്നും MM വർഗീസ് EDയെ അറിയിക്കുകയായിരുന്നു. ഈ മറുപടി തൃപ്തികരമല്ലാത്തതിനാലാണ് വീണ്ടും ED നോട്ടീസ് അയച്ചത്. പാർട്ടിക്ക് രഹസ്യ അക്കൌണ്ടുകളില്ലെന്ന MM വർഗീസ് ED ഓഫീസിൽ ഹാജരാകുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MPയുമായ PK ബിജുവിനെ ED കഴിഞ്ഞ ദിവസം 8 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. PK ബിജുവിനോട് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. തൃശൂരിൽ BJP CPM ഡീൽ യാഥാർത്ഥ്യമായിരിക്കുകയാണെന്നും കരുവന്നൂർ കേസിൽ കുറ്റാരോപിതരായ CPM നേതാക്കൾ EDക്ക് മുന്നിൽ ഹാജരായത് ഈ ഡീൽ പ്രകാരമാണെന്നും TN പ്രതാപൻ MP പറഞ്ഞു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡീൽ യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതാണ് ഉചിതം. തൃശൂരിൽ BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നിലപാടാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും തൃശൂരിൽ ഒരു കാരണവശാലും CPM BJP സ്ഥാനാർത്ഥികൾ ജയിക്കില്ലെന്നും പ്രതാപൻ പറഞ്ഞു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ഫാസിസ്റ്റ് വോട്ട് വേണ്ട എന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാടാണെന്നും TN പ്രതാപൻ MP ചൂണ്ടിക്കാട്ടി. തൃശൂർ പൂരാവേശത്തിലേക്ക്. ആദ്യ പൂരപ്പന്തലിന് കാൽനാട്ടി. ആവേശമായി പാറമേക്കാവിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം. കാത്തിരുന്ന പൂരത്തിന്റെ വരവറിയിച്ച് പ്രധാന പൂരപ്പങ്കാളി ക്ഷേത്രമായ പാറമേക്കാവിന്റെ പന്തൽ കാൽനാട്ട് കർമ്മമാണ് നടന്നത്. മണികണ്ഠനാൽ പരിസരത്ത് സ്വരാജ് റൗണ്ടിലാണ് പൂരാവേശത്തിന് നാന്ദി കുറിച്ച് ആദ്യ പന്തൽ കാൽ ഉയർന്നത്. മേക്കാവ് ക്ഷേത്രം മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമിപൂജ നടത്തി. തുടർന്ന് ദേവസ്വം ഭാരവാഹികളും തട്ടുകക്കാരും ചേർന്നാണ് ആദ്യ കാൽ നാട്ടിയത്.
പൂരം അത്യാവേശത്തോടെ പ്രൗഢിയായി തന്നെ നടത്താനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം. വലിയധികം ആവേശത്തിലാണ് ദേശക്കാരും നാട്ടുകാരും. കഴിഞ്ഞ കൊല്ലം ഒരു റെക്കോർഡ് തിരക്കാണ് അനുഭവിച്ചത്. അതിലും വലിയൊരു തിരക്കാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഒരുക്കങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്, പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, മറ്റ് ദേവസ്വം ഭാരവാഹികൾ അടക്കമുള്ളവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എടപ്പാൾ സ്വദേശി സി ബൈജുവാണ് പാറമേക്കാവ് പന്തൽ നിർമ്മാണം നടത്തുന്നത്. തിരുവമ്പാടിയുടെ നടുവിലാൽ നായ്ക്കനാൽ പന്തലുകളുടെ കാൽനാട്ടുകർമ്മം ശനിയാഴ്ച നടക്കും. ഏപ്രിൽ 19-നാണ് തൃശൂർ പൂരം. TCV തൃശൂർ. പാലപ്പിള്ളി കുണ്ടായി ഹാരിസൺ കമ്പനിയുടെ എസ്റ്റേറ്റിൽ തീ പടർന്ന് 10,000-ഓളം റബ്ബർ മരങ്ങൾ കത്തിനശിച്ചു. 50 ഏക്കർ വരുന്ന തോട്ടത്തിലാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് തീ പടർന്നത്. കാറ്റിന്റെ ശക്തിയിൽ തീ വേഗത്തിൽ വ്യാപിക്കുകയായിരുന്നു. 3 വർഷം പ്രായമായ മരങ്ങളാണ് കത്തിനശിച്ചത്. ടാപ്പിംഗ് നടത്തുന്ന 1500-ഓളം മരങ്ങളിലേക്കും തീ പടർന്നു. പുതുക്കാട് നിന്നുമെത്തിയ ഫയർഫോഴ്സും തൊഴിലാളികളും ചേർന്ന് വൈകിട്ടോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തമുണ്ടായ ഭാഗത്തേക്ക് വെള്ളമെത്തിച്ച ട്രാക്ടറും പൂർണ്ണമായും കത്തിനശിച്ചു. ട്രാക്ടറിൽ ഉണ്ടായിരുന്ന 3 തൊഴിലാളികൾ ഓടിമാറിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചാമക്കാലയിൽ ഗ്യാസ് അടുപ്പിൽ നിന്ന് തീ പടർന്ന വീട് കത്തിനശിച്ചു. ചാമക്കാല രാജീവ് റോഡ് കോവിൽ തെക്കേവളപ്പിൽ ശിവദാസന്റെ ഓലമേഞ്ഞ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ശിവദാസന്റെ ഭാര്യ പാചകം ചെയ്യുന്നതിനിടെ ഗ്യാസ് അടുപ്പിൽ നിന്ന് തീ പടരുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടികളുമായി പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് മോട്ടോറടിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീയണച്ചു. വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പഠനോപകരണങ്ങളും സൈക്കിളുകളും കത്തിനശിച്ചു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം 2ആയി. ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ 40 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സന്തോഷ് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സന്തോഷിന്റെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിരുന്നു. ആറാട്ടിനോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിനിടെയുണ്ടായ സംഘർഷത്തിൽ 6 പേർക്ക് കുത്തേറ്റിരുന്നു. 4 പേർ ചികിത്സയിലാണ്. ഡിസംബറിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ഉത്സവത്തിനിടെ സംഘർഷമുണ്ടായത്. സംഘം ചേർന്ന് ചേരിതിരിഞ്ഞായിരുന്നു ആക്രമണം. വെളുത്തൂർ സ്വദേശി 21 വയസ്സുള്ള അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. 4 പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ അടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ 4 പേർ കൂടി പിടിയിലായതായി സൂചനയുണ്ട്. പ്രധാന പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. മലയ്ക്കപ്പാറ വാൽപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടു. അപ്പർ ഷോളയാർ മുരുകാലി എസ്റ്റേറ്റിൽ ഷക്കൽമുടിക്ക് സമീപം താമസിക്കുന്ന 51 വയസ്സുള്ള അരുൺ ആണ് കൊല്ലപ്പെട്ടത്. തേയിലത്തോട്ടത്തിലെ ജോലിക്കാരനായ അരുണിനെ വെള്ളിയാഴ്ച മാനേജ്മെന്റ് തേയിലത്തോട്ടത്തിന്റെ സർവേയുമായി ബന്ധപ്പെട്ട ജോലികൾ ഏൽപ്പിക്കുകയായിരുന്നു. ജോലി ചെയ്യുന്നതിനിടയിലാണ് തേയിലത്തോട്ടത്തിൽ കിടക്കുകയായിരുന്ന കാട്ടുപോത്ത് അരുണിനെ ആക്രമിച്ചത്. കൂടെയുണ്ടായിരുന്ന ജോലിക്കാർ ബഹളം വച്ചതിനെ തുടർന്ന് കാട്ടുപോത്ത് തേയിലത്തോട്ടത്തിൽ നിന്നും ഓടിമറയുകയായിരുന്നു. ഉടനെ അരുണിനെ വാൽപ്പാറ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പീച്ചി മണിയൻ കിണർ വനമേഖലയിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. വടക്കഞ്ചേരി കൊടുമ്പിൽ ആദിവാസിയൂരിലെ 35 വയസ്സുള്ള സിന്ധു, 58 വയസ്സുള്ള വിനോദ് എന്നിവരാണ് മരിച്ചത്. സിന്ധുവിനെ കൊന്നതിന് ശേഷം വിനോദ് തൂങ്ങി മരിച്ചുവെന്നാണ് നിഗമനം. മൃതദേഹങ്ങൾ അഴുകിയ നിലയിലാണ്. മാർച്ച് 27 മുതലാണ് ഇരുവരെയും കാണാതായത്. ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പീച്ചി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വർഗീയവാദികൾ സാധാരണക്കാർക്ക് നേരെ നടത്തിയ കലാപമാണ് മണിപ്പൂർ കലാപമെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. മറക്കരുത് മണിപ്പൂർ മതേതര സംരക്ഷണ സദസ്സ് ഇരിഞ്ഞാലക്കുടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയായിരുന്നു. TK സുധീഷ്, മുൻ MLA KU അരുണൻ, KR വിജയ, P മണി തുടങ്ങിയവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാവറട്ടി മണ്ഡലം UDF വനിതാ കുടുംബ സദസ്സ് നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ധന്യ സിബിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ്, മുല്ലശ്ശേരി ബ്ലോക്ക് മെമ്പർ മിനി ലിയോ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഏൽപ്പിച്ച കാര്യങ്ങളും ഇന്ന് മൂന്നാമതായി പാവറട്ടി LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നാട്ടിക മണ്ഡലം സംയുക്ത കർഷക കൺവെൻഷൻ സംഘടിപ്പിച്ചു.
കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. PT സണ്ണി അധ്യക്ഷനായി. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു, വിവിധ കർഷക സംഘടനാ നേതാക്കളായ സെബി ജോസഫ്, രാജൻ ബാബു കാരാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. TCVയുടെ തെരഞ്ഞെടുപ്പ് സംവാദമായ പോരാട്ടം തൃശൂർ മണ്ഡലത്തിലെ ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നടന്നു. LDF-നായി CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, UDF-നായി KPCC സെക്രട്ടറി CC ശ്രീകുമാർ, NDA-ക്കു വേണ്ടി BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി എന്നിവർ പോരാട്ടത്തിൽ പങ്കെടുത്തു. ദേശീയ പ്രാദേശിക വിഷയങ്ങൾ പോരാട്ടത്തിൽ ചർച്ചയായി. ചോദ്യങ്ങൾക്ക് മുന്നണികളിലെ നേതാക്കൾ മറുപടി നൽകി. LDF, UDF, NDA മുന്നണികളിൽ നിന്നായി സംവാദത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. TCV ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ അവതാരകനായി. NDA തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തിരുവത്രയിൽ കുടുംബസംഗമം നടന്നു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. BJP ചാവക്കാട് പടിഞ്ഞാറൻ മേഖലാ പ്രസിഡന്റ് ഷൈൻ മടേക്കടവ് അധ്യക്ഷത വഹിച്ചു. തേർലി നാരായണൻ, യശോധരൻ, ഷിജി സന്തോഷ്, പ്രേമ സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. റംസാൻ നോമ്പുതുറ വിഭവങ്ങളിൽ ഏറെ പ്രധാനമാണ് പഴവർഗ്ഗങ്ങൾ. എന്നാൽ ഇത്തവണ പഴവർഗ്ഗങ്ങളുടെ കച്ചവടം കുറഞ്ഞത് വ്യാപാരികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് റംസാൻ നോമ്പെടുക്കുന്ന വിശ്വാസികൾ ഈന്തപ്പഴവും നാരങ്ങാവെള്ളവും ഭക്ഷിച്ചാണ് നോമ്പ് തുറക്കുക. പകൽ സമയങ്ങളിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ക്ഷീണമകറ്റാൻ നോമ്പുതുറ വിഭവങ്ങളിൽ ജലാംശം കൂടിയ തണ്ണിമത്തനാണ് പ്രധാനം. എന്നാൽ കാലം മാറിയതോടെ ഓറഞ്ചിനും മുന്തിരിക്കും തണ്ണിമത്തനും ആപ്പിളിനും മാങ്ങയ്ക്കും പുറമെ വിദേശ പഴങ്ങളും നോമ്പുതുറ വിഭവങ്ങളിൽ ഇടം നേടുകയാണ്. അതേസമയം കച്ചവടം കുറഞ്ഞത് വ്യാപാരികൾക്ക് തിരിച്ചടിയാകുകയാണ്. നോമ്പ് കാരണം ഇപ്പോൾ പക്ഷേ കച്ചവടത്തിൽ കുറവാണ്. നോമ്പ് തിരക്കുള്ള സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. ഈ നേരത്തിന് ഇത്തിരി കുറച്ച് കച്ചവടമുള്ള സമയം. ചൂടല്ലേ, ആൾക്കാർ സാമ്പത്തിക പ്രതിസന്ധി കുറച്ചുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം തന്നെ. സാധനങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വില കൂടി, പിന്നെ വില കുറഞ്ഞ് ഇപ്പോൾ വളരെ കുറവായി. തണ്ണിമത്തനൊക്കെ വലിയ വിലയായിരുന്നു. ഇപ്പോൾ ഹോൾസെയിൽ വില ആകെ 20 രൂപ വരണല്ലോ. ചില്ലറ 25 രൂപയ്ക്ക് വെക്കണു. വില കുറവല്ലേ. മാംഗോസ്റ്റിൻ, ഡ്രാഗൺ ഫ്രൂട്ട്, സ്ട്രോബെറി, ഷമാം, കിവി തുടങ്ങി വിദേശ പഴങ്ങളും നമ്മുടെ വിപണിയിൽ ഇടം പിടിക്കുമ്പോൾ റംസാൻ നോമ്പുതുറ കാലത്തെ മധുരിതമാക്കുകയാണ്. വേനലിത്ര കടുത്തിട്ട് പോലും നോമ്പുകാല പഴവിപണിയിൽ കച്ചവടമില്ലാത്തതാണ് വ്യാപാരികളെ ഏറെ ദുരിതത്തിലാക്കുന്നത്. എങ്കിലും കച്ചവടം ഇനിയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. ക്യാമറമാൻ ഷിബി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് വള്ളാനിക്കര, TC വിനോദ്. കഠിന വ്രതാനുഷ്ഠാനത്തിന്റെ 25 പകലിരവുകൾ പിന്നിട്ട് റംസാനിലെ അവസാന വെള്ളിയാഴ്ചയിലെ ജുമുഅ നമസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ശനിയാഴ്ചയാണ് 27-ാം രാവ്. ഇസ്ലാം മതവിശ്വാസികൾ 27-ാം രാവിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ലൈലത്തുൽ ഖദർ ഉൾപ്പെടുന്ന രാത്രി റമദാൻ 27-ാം രാവ് ആണെന്ന് ഭൂരിഭാഗം മതപണ്ഡിതരും കരുതുന്നു. ചൊവ്വാഴ്ച ആകാശത്ത് ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായാൽ ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. മാസപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ റമദാനിലെ 30 ദിനങ്ങൾ പൂർത്തിയാക്കുന്ന വ്യാഴാഴ്ചയാകും വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. ഒല്ലൂർ കമ്പനിപ്പടിയിൽ നിന്നും ബൈക്കിൽ കടത്തുകയായിരുന്ന 2 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. ഇടക്കുന്നി പുതുവീട്ടിൽ ഷൈജുവാണ് പിടിയിലായത്. എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡ് അംഗം കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശനകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. മാള അരവിന്ദനെ അനുസ്മരിക്കാൻ സിനിമാ മേഖലയിൽ നിന്ന് ആരെയെങ്കിലും തരപ്പെടുത്തി തരണമെന്ന അഭ്യർത്ഥനയുമായി മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനാ ഭാരവാഹികൾക്ക് കത്ത് നൽകി. മോഹൻലാൽ, ഇടവേള ബാബു എന്നിവർക്കാണ് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് കത്തയച്ചത്. മാള അരവിന്ദന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ ചടങ്ങിലേക്ക് കഴിഞ്ഞ 8 വർഷങ്ങളിലും സിനിമാ രംഗത്തുള്ളവരെ പങ്കെടുപ്പിക്കുന്നതിനായി ഏറെ പ്രയാസപ്പെടുകയായിരുന്നുവെന്നും ഇത്തവണ ആരും തയ്യാറായില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഫെബ്രുവരി മാസത്തിൽ നടത്താറുള്ള അനുസ്മരണ ചടങ്ങ് ഈ വർഷം നടത്താനായില്ല. 600ഓളം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മാള അരവിന്ദന്റെ അനുസ്മരണ ചടങ്ങിലേക്ക് ക്ഷണിക്കുമ്പോൾ പലരും ഒഴിഞ്ഞുമാറുന്ന അവസ്ഥയാണെന്നും കത്തിൽ പറയുന്നു. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചാലക്കുടി പരിയാരം മൂഴിക്കക്കടവ് പാലം യാഥാർത്ഥ്യമാക്കാൻ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്.
അതിരപ്പള്ളി റോഡിൽ വർദ്ധിക്കുന്ന ഗതാഗതക്കുരുക്കിന് പരിയാരം മൂഴിക്കക്കടവ് പാലം ഏറെ ആശ്വാസകരമാകും. ചാലക്കുടി പുഴയുടെ കുറുകെ മേലൂരിലെത്തുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പടിവാതിക്കൽ വന്നെത്തിയെങ്കിലും ചില ലോബികളുടെ ഇടപെടലിൽ എല്ലാം അന്യമായെന്ന് നാട്ടുകാർ പറയുന്നു. നിരന്തരം നിവേദനങ്ങൾ നൽകിയ പൗരസമിതിയുടെ പ്രവർത്തനത്തിന്റെ കൂടി ഫലമായിരുന്നു 2020-21 വർഷങ്ങളിൽ മൂഴിക്കക്കടവ് പാലം നിർമ്മാണം സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ചത്. അന്നത്തെ MLA BD ദേവസ്യയുടെ ശ്രമഫലമായി തുടർ നടപടികളുമുണ്ടായി. മണ്ണ് പരിശോധന അടക്കമുള്ള പ്രവർത്തനങ്ങൾ വിജയകരമായി നടന്നു. പാലത്തിന്റെ DPRും തയ്യാറാക്കി. എന്നാൽ പിന്നീട് പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. തുടർന്ന് 3 വർഷങ്ങളിലും സംസ്ഥാന ബജറ്റിൽ നിന്നും മൂഴിക്കക്കടവ് പാലം ഒഴിവായി. പാലം യാഥാർത്ഥ്യമാക്കാൻ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. മേലൂർ പഞ്ചായത്തിന്റെ വികസനത്തിന് കൂടി മൂഴിക്കക്കടവ് പാലം ഉപകരിക്കുമെന്ന് പരിസരവാസിയായ ജോസ് വടക്കൻ പറഞ്ഞു. അടിച്ചില്ലി മുതൽ ഉള്ള ആളുകൾക്ക് ഇതിലെ കടക്കാം, ഇങ്ങോട്ട് വരാം, മേലൂരിൽ നിന്നുള്ളവർക്ക് വരാം, അങ്കമാലി ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് വരാം. അങ്ങനെ പാലം എവിടെ വന്നാലും നല്ലതല്ലേ. 2, 3 വഞ്ചി വെച്ച് കടത്തുണ്ടായിരുന്നു. ധാരാളം പേര് ഇവിടുന്ന്, കൂടുതലും മേലൂർ പുലാനിയിൽ നിന്നാണ് ഇവിടെ ആളുകൾ പണിക്ക് വന്നിരുന്നത്. നല്ല കൃഷി ഏരിയ ആണല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇല്ലാതായി. പാലം നിർമ്മാണത്തിന് സ്വകാര്യ ഭൂമി ആവശ്യമില്ല എന്നതാണ് ഇവിടെ അനുകൂല ഘടകം. പരിയാരം കുരിശ് കവലയിൽ നിന്നും മൂഴിക്കക്കടവ് വരെ പൊതുമരാമത്ത് റോഡാണ്. പഴയകാലത്ത് ഏറ്റവും പ്രശസ്തമായിരുന്ന കടവിൽ 3 കടത്തുവഞ്ചികളുടെ സേവനമുണ്ടായിരുന്നു. മേലൂർ പഞ്ചായത്തിലെ കാർഷിക വിളകളെല്ലാം കടത്തുവഴി പരിയാരത്തെ ചന്തയിലാണ് എത്തിച്ചിരുന്നത്. ജീവൻ മരണ പോരാട്ടം നടത്തി മേലൂർ മൂഴിക്കക്കടവ് പാലം യാഥാർത്ഥ്യമാക്കുമെന്ന് പരിയാരം പഞ്ചായത്ത് പൗരസമിതി ജനറൽ സെക്രട്ടറി PM ജബ്ബാർ പറഞ്ഞു. നിവേദനങ്ങളും പരാതികളും അതേപോലെ തന്നെ മറ്റു രേഖാമൂലമുള്ള കടലാസുകളുമെല്ലാം നമ്മൾ അന്നത്തെ ക്യാബിനറ്റിന് കൊടുക്കുകയും ക്യാബിനറ്റ് അതിന് ചർച്ച ചെയ്ത് നിയമസഭയിൽ കൊണ്ടുവരികയും ഫണ്ട് അനുവദിക്കുകയും ചെയ്ത് ലാഭ്സാവുകയും ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ഈ പാലപ്പണി ആരംഭിക്കുകയും ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തില്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു സമരപരിപാടി എത്ര കാലം വേണ്ടി വന്നാലും മുട്ടുമടക്കില്ല. ഇതിനൊരു സമരപരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. TCV ചാലക്കുടി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി 3 ദിവസം നീണ്ടുനിൽക്കുന്ന യുറീക്ക രചനാ ശില്പശാലയ്ക്ക് മുളങ്കുന്നത്തുകാവ് കിലയിൽ തുടക്കമായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും CJS ട്രസ്റ്റും കോലഴി വായനശാലയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ബാലസാഹിത്യകാരൻ ഡോക്ടർ K. ശ്രീകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യയിലും അനുഭവ മണ്ഡലത്തിലും വലിയ മാറ്റം സംഭവിച്ച കാലത്താണ് ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത് എന്നും അതിനനുസരിച്ചുള്ള മാറ്റം രചനകളിൽ പ്രതിഫലിക്കണമെന്നും ഡോക്ടർ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് C. വിമല അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ്, മുൻ പ്രസിഡന്റുമാരായ KT രാധാകൃഷ്ണൻ, കാവുമ്പായി ബാലകൃഷ്ണൻ, CJS ട്രസ്റ്റ് അംഗം C. ബാലചന്ദ്രൻ, കോലഴി വായനശാല പ്രസിഡന്റ് C. മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിലെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്നൊരുക്കിയ ഡിയർ സിസ്റ്റം എന്ന ഷോർട്ട് ഫിലിം ദേശീയ തലത്തിലടക്കം ശ്രദ്ധ നേടുന്നു. വണ്ടി സജ്ജീരെ വീട്ടിലെടുത്തേ. സാറേ, അവനെ പോലീസുകാരൊക്കെ പൊട്ടന്മാരാണെന്നുള്ളൊരു വിചാരമുണ്ട്. നമുക്ക് ഇന്ന് തീർത്തു കൊടുക്കാം. സജ്ജല്ലേ സാറേ അത്? അവൻ തന്നെ. അവൻ കാരണം ഞാൻ കുറച്ചു നേരം വീട്ടിലിരുന്നതാ. ഇനി അവൻ കുറച്ചു കാലം അകത്ത്. നിയമവും നീതിയും നടപ്പിലാക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുന്നതും ഇതിലെ നിസ്സഹായതയും അതുമൂലമുണ്ടാകുന്ന മരണവും ഒടുവിൽ ഇതിനെതിരെ ഇതേ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കുന്നതും എല്ലാമാണ് ഡിയർ സിസ്റ്റം എന്ന ഷോർട്ട് ഫിലിമിന്റെ ഇതിവൃത്തം. ഇന്ത്യ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനും ഛായാഗ്രഹണത്തിനുമുള്ള അവാർഡ് ഡിയർ സിസ്റ്റത്തിനായിരുന്നു. സമൃദ്ധ ഷാജനാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് അതുൽ അഡാട്ടാണ്. മണി അഡാട്ട്, അനൂപ്, ജയരാജൻ, സന്ദീപ്, പ്രേംകുമാർ, രഞ്ജൻ എന്നിവരാണ് അഭിനേതാക്കൾ. ജീവൻ C. അനിരുദ്ധൻ എഡിറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് ഡയറക്ഷനും സുമേഷ് സോമസുന്ദർ പശ്ചാത്തല സംഗീതവും അൻവർ അലി ഗാനരചനയും കൃഷ്ണപ്രസാദ് സംഗീതവും നിർവഹിച്ചു. യൂട്യൂബിൽ റിലീസ് ചെയ്ത ചിത്രം ഇതിനോടകം കണ്ടത് 15 ലക്ഷത്തിൽ പരം പേരാണ്. പുതുസൂര്യന്റെ തേരിങ്കലേറെ പുലർനാളങ്ങൾ നാദങ്ങളെത്തി. TCV തൃശൂർ. തൃശൂർ നഗരത്തിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞില്ല. സ്വരാജ് റൗണ്ടിൽ മണികണ്ഠനാരനു സമീപം ബുധനാഴ്ച വാഹനാപകടത്തിൽ പരിക്കേറ്റ് കിടന്ന മധ്യവയസ്കനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 57 വയസ്സുള്ള സൂര്യകുമാർ എന്നറിയപ്പെടുന്ന ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്.
കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ തെങ്ങുകയറ്റ തൊഴിലാളിയെ കവുങ്ങിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിൽ താമസിക്കുന്ന മുണ്ടാപ്പള്ളി വീട്ടിൽ 62 വയസ്സുള്ള ഭാസിയെ ആണ് കാര പുതിയ റോഡ് കിഴക്കുവശത്ത് പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂജയ്ക്കായി പൂക്കുല പറിക്കാൻ കയറിയ ഇയാൾ കവുങ്ങ് ഒടിഞ്ഞു വീണ് മരിക്കുകയായിരുന്നുവെന്നാണ് സൂചന. വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ നിന്നും പണിക്ക് പോയ ഭാസി രാത്രിയായിട്ടും തിരിച്ചെത്താതിരുന്നതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുൻ പഞ്ചായത്ത് അംഗം സുമാ വത്സന്റെ വീടിന് പുറകിലുള്ള സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിലവിൽ 10 സ്ഥാനാർത്ഥികൾ. ആകെ ലഭിച്ച 15 നാമനിർദ്ദേശ പത്രികകളിൽ 5 എണ്ണം തള്ളി. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജനെയും ED ചോദ്യം ചെയ്തു. CPMന് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന് MM വർഗീസ്. കേസിൽ കുറ്റാരോപിതരായ CPM നേതാക്കൾ EDക്ക് മുന്നിൽ ഹാജരായത് CPM BJP ഡീൽ പ്രകാരമാണെന്ന് TN പ്രതാപൻ MP. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. പാറമേക്കാവിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം ആവേശമായി. തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ട് ശനിയാഴ്ച. പാലപ്പിള്ളി കുണ്ടായി ഹാരിസൺ കമ്പനിയുടെ എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം. 10,000-ഓളം റബ്ബർ മരങ്ങൾ കത്തിനശിച്ചു. തീകെടുത്താൻ വെള്ളമെത്തിച്ച ട്രാക്ടറും പൂർണ്ണമായും കത്തിനശിച്ചു. മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം 2ആയി. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആനന്ദപുരം സ്വദേശി സന്തോഷ് മരിച്ചു. മുഖ്യപ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വാൽപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടു. അപ്പർ ഷോളയാർ എസ്റ്റേറ്റിലെ തൊഴിലാളി അരുൺ ആണ് കൊല്ലപ്പെട്ടത്. പീച്ചി മണിയൻ കിണർ വനമേഖലയിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.